पत्थर में अपने शर्ट में हर पंचमहाभूत से ही बने हैं और ऐसे फिल्म निकलना चाहिए क्योंकि पूरा वर्ल्ड को मालूम होना चाहिए कि खाली भारत ही नहीं संस्कृति का सभी है. മൊത്തത്തിൽ കൊള്ളാം. പക്ഷേ കുറച്ചുകൂടെ ഭക്തിയെ കുറച്ചുകൂടെ എക്സാഗ്രേറ്റ് ചെയ്തു. കാരണം ഇത് ശിവലിംഗത്തേക്ക് ചവിട്ടി നിന്നിട്ട് ഒരു പിന്നെ ഡയലോഗും മറ്റു കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. കണ്ണപ്പ എന്ന് പറഞ്ഞ് മനസ്സിലായില്ല, ആദ്യം മനസ്സിലായില്ല, പിന്നാണ് മനസ്സിലായി. ബുക്കണ്ണൻ്റെ കഥയാണ്. ഇത്രയും ഒരു നമ്മൾ ഏഷ്യാനെറ്റിലൊക്കെ സീരിയൽ കണ്ടാൽ മതി. വേറെ സിനിമയാണ് കണ്ടത്, വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ലാലേട്ടൻ്റെ കുറച്ച് സീൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വല്ലാത്തൊരു വിഷമം തോന്നി. ബാക്കി സിനിമ മൊത്തം എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ കൊള്ളാം. പക്ഷേ കുറച്ചുകൂടെ ഭക്തിയെ കുറച്ചുകൂടെ എക്സാഗ്രേറ്റ് ചെയ്തു. കാരണം ഇത് ശിവലിംഗത്തേക്ക് ചവിട്ടി നിന്നിട്ട് ഒരു പിന്നെ ഡയലോഗും മറ്റു കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അത് കുറേയൊക്കെ റിലീജിയസ് സെൻറ്റിമെൻസിനെ ഹർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കി പടം കൊള്ളാം അല്ലേ? പടം കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. പടം കൊള്ളാം, നല്ല പടമല്ലേ. കണ്ണപ്പ എന്ന് പറഞ്ഞ് മനസ്സിലായില്ല, ആദ്യം മനസ്സിലായില്ല, പിന്നാണ് മനസ്സിലായി. ബുക്കണ്ണൻ്റെ കഥയാണ്. ഒരു ഭക്തൻ വേടനാണ് കണ്ണ് കൊടുക്കുന്നത്, ഭഗവാന് വേണ്ടിയിട്ട് കണ്ണ് കൊടുക്കുന്നത്, 2 കണ്ണ് കൊടുക്കുന്നത്, അത് ഭഗവാന്റെ കാലഹസ്തിയായിട്ട് മാറുന്നത്, അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. നേരത്തെ ഈ കഥ അറിയായിരുന്നു അപ്പോഴേ? അറിഞ്ഞൂടായിരുന്നു, ഇപ്പോഴും കണ്ടപ്പോഴാണ് മനസ്സിലായത്. കഥ അറിയാം, മുക്കണ്ണൻ്റെ അറിയാം. വേടൻ സ്വന്തം കണ്ണിനെ കൊടുക്കുന്നത് ഭഗവാനെ കൊടുക്കുന്നതായിട്ട് അതറിയാം. പക്ഷെ ഇതാണെന്നുള്ളത് അറിഞ്ഞൂടാ. മോഹൻലാൽ എങ്ങനെ ഉണ്ടായിരുന്നു? മോഹൻലാൽ കൊള്ളാം, എല്ലാം കൊള്ളാം, എല്ലാം നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും കാണണ്ട. अक्षय कुमार शिव जी का रोल किया, मस्त किया और परफेक्ट किया, मन को अच्छा लगा और सब रोल ठीक थे. भगवान के नाम से सब ने अच्छा अच्छा ये किया. वो दिल को आंखों से भी दिल से भी आंसू निकले और भगवान साक्षात पूरा सृष्टि में ही है, वो सत्य है. और सत्य पे फिल्म बनता है तो देखने को मज़ा आता है. और मज़ा ही नहीं मतलब बोलने में कुछ शब्द नहीं, वो तो महान है ना. और ये ब्रह्मांड शिव शिव है और हर पल हर मूंगी हर जीव जंतु में निर्जीव में और पत्थर में अपने शर्ट में हर पंचमहाभूत से ही बने हैं और ऐसे फिल्म निकलना चाहिए क्योंकि पूरा वर्ल्ड को मालूम होना चाहिए कि खाली भारत ही नहीं संस्कृति का सभी है. लेकिन खाली भारत को ही बोलते कि अपना इंडिया सभी है, लेकिन मालूम नॉलेज होने के नॉलेज मतलब उनको मालूम होना चाहिए, नॉलेज होना चाहिए तो सभी एक ही. और वर्ल्ड भी ऐसी फिल्म निकालना चाहेगा, लेकिन नॉलेज होना चाहिए, उनको भी थोड़ा समझना चाहिए. और बस जय श्री राम. പടം കുഴപ്പമില്ല, ഒരു ആവറേജ് ആണ്. മോഹൻലാൽ കൊള്ളാം. കൊള്ളാം അല്ലേ? പ്രവാസം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രവാസം എങ്ങനെയുണ്ട്? പ്രവാസം കൊള്ളാം, പ്രവാസം കൊള്ളാം. പടം അടിപൊളിയാണ്. കൊള്ളാം. മോഹൻലാൽ എങ്ങനെ ഉണ്ടായിരുന്നു? മോഹൻലാൽ അഭിനയം അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഏട്ടാ എങ്ങനെയുണ്ട്? വേറെ ഒരു ലെവലായി. മോഹൻലാലും പ്രവാസമൊക്കെ മോഹൻലാൽ ശകലേ ഉള്ളൂ, ഉള്ളത് ചെയ്യാൻ പറ്റുന്ന ഒരു റോളിയാണ്. അടിപൊളി, നല്ല നല്ല സിനിമ. സിനിമ എങ്ങനെയുണ്ട് ചേച്ചി? നന്നായിട്ടുണ്ട്, നല്ലതായിരുന്നു. എങ്ങനെയുണ്ട് സിനിമ മൊത്തത്തിൽ? എങ്ങനെയുണ്ടായിരുന്നു മൂവി? എന്താ എടുത്തു പറയാൻ എന്താ സിനിമയ്ക്കകത്ത്? ഇത്രയും ഒരു നമ്മൾ ഏഷ്യാനെറ്റിലൊക്കെ സീരിയൽ കണ്ടാൽ മതി. വേറെ ഒന്നും കാണാനില്ല, തിയേറ്ററിൽ ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. മോഹൻലാലിന് ട്രോൾ വരാൻ ചാൻസ് ഉണ്ടോ? മോഹൻലാൽ ഒരു 5-10 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഇതുവരെ മോഹൻലാൽ നല്ല സിനിമകൾ ചെയ്ത സ്ഥിതിക്ക് ട്രോളാനുള്ള ചാൻസ് ഉണ്ട്. ഇന്റർവെല്ലും ഒരു മോഹൻലാലിൻ്റെ ഇത് വെച്ചാൽ നിർത്തിയിരിക്കുന്നത്. അതൊരു എന്തോ പറയാനാ, ഒരു കോമഡിയാണ് സംഭവം.